ആഞ്ഞടിക്കുന്ന വേലിയേറ്റങ്ങളുടെ നാട്ടിൽ നിന്ന് മരണത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു വംശമുണ്ടായിരുന്നു. രാഷ്ട്രങ്ങളെ പോലും ഭയപ്പെടുത്തുന്ന സീലുകളുടെ ഉച്ചസ്ഥാനയിൽ നിൽക്കുന്ന ചുഴലിക്കാറ്റിന്റെ യജമാനന്മാർ. ചുവന്ന മുടിയും അനന്തമായ ഊർജ്ജസ്വലതയും കൊണ്ട് ബന്ധിക്കപ്പെട്ട അവർ അസുരയുടെ രക്തം വഹിച്ചു. ചക്രയുടെ ചങ്ങലകൾ കൊണ്ട് അവർ ഏറ്റവും ശക്തരായ ടെയിൽഡ് ബീസ്റ്റുകളെ പോലും ബന്ധിച്ചു. അതുല്യരായ സെഞ്ചുവുമായി സഖ്യമുണ്ടാക്കിയവർ, ഇരുട്ടിന്റെ വിനാശകർ, വിലക്കപ്പെട്ട മുദ്രകളുടെ സ്രഷ്ടാക്കൾ, ലോകത്തിലെ തന്നെ ശ്രേഷ്ഠമായ എല്ലാ വംശങ്ങളും ചേർന്ന് ഈ ഒരു വംശത്തെ ആക്രമിച്ച് നശിപ്പിക്കുവാൻ ഒരുങ്ങി. എന്നിട്ടും അവരുടെ പാരമ്പര്യം ചൈൽഡ് ഓഫ് പ്രൊഫസി എന്ന നറൂട്ടോയിൽ നിലനിൽക്കുന്നു. അവരുടെ ചിഹ്നങ്ങൾ കൊണോഹിയുടെ തന്നെ കവചത്തെ അടയാളപ്പെടുത്തി. അവരുടെ സീലിംഗ് കലകൾ ഷിനോബികളുടെ യുഗത്തെ രൂപപ്പെടുത്തി. അവരുടെ രക്തബന്ധം വീരന്മാരെയും രാക്ഷസന്മാരെയും ഒരേപോലെ ജനിപ്പിച്ചു. അതെ, അവരുടെ ശക്തിക്കായി വേട്ടയാടപ്പെട്ട എന്നാൽ ആത്മാവിൽ അമർത്യതയുള്ള കടും ചുവപ്പ് ചങ്ങലകളുടെയും വഴങ്ങാത്ത ഇച്ഛാശക്തിയുടെയും വംശമായ the one and only legendary clan in the entire Naruto universe, the Uzumaki clan. Okay fine, the Uzumaki clan. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്, ദ എക്സ്പ്ലനേഷൻ ഓഫ് ഉസുമാക്കി ക്ലാൻ. ഉസുമാക്കി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോട്ട് വരുന്നത് നമ്മുടെ നാറൂട്ടോ ഉസുമാക്കിനെ ആയിരിക്കും. എന്നാൽ യഥാർത്ഥമായ ഉസുമാക്കി ക്ലാന്റെ ഹിസ്റ്ററി, ഒറിജിൻ, പവേഴ്സ്, ഏറ്റവും മെയിൻ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. ഉസുമാക്കി ക്ലാന്റെ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ആദ്യം തന്നെ നോക്കാം. ഉസുമാക്കി ക്ലാൻ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ വില്ലേജ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിഡൻ എഡി വില്ലേജ് ആണ്, അല്ലെങ്കിൽ ഉസുഷിയോ കാക്കുറെ. ലൊക്കേറ്റഡ് ഇൻ ദ ലാൻഡ് ഓഫ് വേർപൂൾസ് എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. സേജ് ഓഫ് സിക്സ് പാത്തിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ആസുരയുടെ ലീനിയേജിൽ അല്ലെങ്കിൽ പരമ്പരയിൽ വരുന്ന, അതുമല്ലെങ്കിൽ ബ്ലഡ് ലൈനിൽ വരുന്ന വംശമുള്ളവരാണ് ഈ പറഞ്ഞ ഉസുമാക്കി ക്ലാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ സെഞ്ചു ക്ലാൻ ഉണ്ടല്ലോ, ഹാഷിറാമ, ടോബിറാമ പോലെയുള്ള ലെജൻഡറി യോദ്ധാക്കളുടെ ആ ഒരു ക്ലാൻ, അതിന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് തന്നെയാണ് ഈ പറയുന്ന ഉസുമാക്കി ക്ലാൻ. എന്നിരുന്നാലും നമ്മുടെ നാറൂട്ടോ സീരീസിന്റെ ഒറിജിനൽ കഥ പറയുന്ന ടൈം ലൈനിൽ ഉസുമാക്കി ക്ലാന് ഒരു തരത്തിൽ പറഞ്ഞ ഒരു എക്സ്റ്റിങ്യൂഷ് ആയി പോയിരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാര ക്ലാൻ, കാസേക്കാഗെ ക്ലാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഉച്ചിഹ ക്ലാൻ, അതുപോലെ ഒന്നും അത്ര കൂടുതൽ ആൾക്കാരെ ഉസുമാക്കി ക്ലാനിലുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മളെ പരിചയപ്പെടുത്തിയ ഉസുമാക്കി ക്യാരക്ടേഴ്സ് എല്ലാം ലെജൻഡറി ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഇവരുടെ ഈ വൾണറബിൾ ആയിട്ടുള്ള ഈ ഒരു വംശത്തിന്റെ നാശത്തിലേക്ക് നയിച്ച കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹോംലാൻഡ് ഒരിക്കൽ ഡിസ്ട്രോയ് ആക്കപ്പെട്ടു. ആരാണിത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കൊയിലേഷൻ ഗവൺമെന്റ് പോലെയായിരുന്നു. അതെ, കുറെ നേഷൻസ് അലൈ ചെയ്തിട്ട് ഇവരുടെ ആ ഒരു ഹോംലാൻഡ് ഡിസ്ട്രോയ് ചെയ്യുകയായിരുന്നു. ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്ലാനിനേക്കാളും സുപ്പീരിയർ ആയിരുന്നു ഉസുമാക്കി ക്ലാൻ. എന്തിൽ? ചക്രയുടെ കൺട്രോളിലും ചക്രയുടെ ലോഞ്ചിറ്റിവിറ്റിയിലും ഉസുമാക്കി ക്ലാനിനെ വെല്ലാൻ വേറെ ഒരു ക്ലാനും ഇല്ലായിരുന്നു. ഈവൻ ദ മൈറ്റി സെഞ്ചു ക്ലാൻ അല്ലെങ്കിൽ ലെജൻഡറി ആയിട്ടുള്ള ഉച്ചിഹ ക്ലാനിന് പോലും ഉസുമാക്കി ക്ലാൻ്റെ അത്രയും സ്റ്റാമിന, ചക്ര സ്റ്റാമിനയും ലോഞ്ചിറ്റിവിറ്റിയും നാറൂട്ടോയുടെ ഏതൊരു യൂണിവേഴ്സ് എടുത്ത് നോക്കിയാലും കാണാവുന്നതല്ല. ടെയിൽഡ് ബീസ്റ്റിനെ കുടികൊള്ളിക്കുന്ന ശരീരം എന്ന് പറയുമ്പോൾ തന്നെ ഓർത്താൽ മതി ഇവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ചക്ര കൺട്രോള്. എന്നാൽ ആ ഒരു മാസീവായിട്ടുള്ള ജൈന്റ് അറ്റാക്കിന് ശേഷവും കുറച്ച് സർവൈവേഴ്സ് ഉസുമാക്കി ക്ലാനിന് ഉണ്ടായിരുന്നു. ഈ പറയപ്പെടുന്ന ഉസുമാക്കിയിലെ സർവൈവേഴ്സ് കുറെ സ്ഥലങ്ങളിലേക്ക് സ്കാറ്റർ ചെയ്തു പോയി. അങ്ങനെ ഉസുമാക്കി ക്ലാനിൽ അവശേഷിക്കുന്ന ആൾക്കാരും ചിമ്മിച്ചിതറി പല സ്ഥലങ്ങളിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ കൊണോഹയിൽ എത്തപ്പെട്ട സർവൈവേഴ്സ് ആണ് നാറൂട്ടോ സീരീസിലുടനീളം നമുക്ക് കാണുവാനാകുന്ന മെയിൻ ഉസുമാക്കി ക്ലാൻ. ഇനി നമുക്ക് ഈ പറയുന്ന ഉസുമാക്കി ക്ലാനിന്റെ ട്രെയ്റ്റ്സും എബിലിറ്റീസും ഒന്ന് നോക്കാം. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇമ്മെൻസ് വിറ്റാലിറ്റിയും ലോഞ്ചിറ്റിവിറ്റിയാണ്. അതെ, ഉസുമാക്കി ക്ലാനിൽപ്പെട്ടവർക്ക് വളരെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ലൈഫ് ഫോഴ്സും നാച്ചുറൽ വിറ്റാലിറ്റിയും ലോങ് ലൈഫ് സ്പാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആക്സലറേറ്റർ ആയിട്ടുള്ള ഹീലിംഗ് ആയിരുന്നു. എന്തെങ്കിലും പറ്റിയാൽ തന്നെ പെട്ടെന്ന് ഹീലാകുവാനുള്ള ഒരു സംഭവം ഇമ്മെൻസ് ആയിട്ട് ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ അത്രയും നാൾ ജീവിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എറൗണ്ട് ഒരു ഏജ് കണക്ക് എടുക്കുകയാണെങ്കിൽ സാധാരണ ആൾക്കാർ മരിക്കുന്നതിൽ നിന്ന് ഒരു 50-60 എക്സ്ട്രാ വർഷം ഇവരുടെ ചക്ര കൺട്രോളും ആ ഒരു ലൈഫ് സ്പാൻ്റെ ലോഞ്ചിറ്റിവിറ്റിയും കൊണ്ട് ഇവർക്ക് ജീവിക്കുവാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഹാഷിറാമയുടെ വൈഫൊക്കെ. എറൗണ്ട് 100 to 150 വയസ്സ് വരെ അവർ ജീവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് ചക്ര റിസർവ് ആണ്.
ഇതിലൊരു കാര്യം നറൂട്ടോ ഡേറ്റാ ബുക്കിൽ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള ചക്ര പൂൾസ് ആണ് ഉസുമാക്കി ക്ലാനിൽ ഉണ്ടായിരുന്നവർക്കുണ്ടായിരുന്നത്. ഓൺലി സെക്കൻഡ് ടു ടെയിൽഡ് ബീസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് 10 ടെയിൽ ബീസ്റ്റിന്റെ ഡിഫറെൻറ്റ് ചക്രാസിനെ 9 ടെയിൽഡ് ബീസ്റ്റ് ആയിട്ട് സേജ് ഓഫ് 6 പാത്ത് കൊടുക്കുന്ന സമയത്തിൽ അവർക്ക് ഓരോരുത്തർക്കും അത്ര ഇമ്മൻസീവ് ആയിട്ടുള്ള ഒരു പവറാണല്ലോ, ചക്രയാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ചക്ര റിസർവ് ഉണ്ടായിരുന്ന ഒരേ ഒരു വംശം ഉസുമാക്കി ക്ലാനിലെ വംശം ആൾക്കാരാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഉടനീളം സീരീസിൽ ഉടനീളം നമ്മുടെ നറൂട്ടോയുടെ ബ്ലഡ് ലൈൻ അറിയാം. നറൂട്ടോയുടെ അമ്മ ഒരു ഉസുബാക്കിയാണ്. നറൂട്ടോയുടെ അമ്മയിൽ നിന്ന് ലഭിച്ച ആ ഒരു ബ്ലഡ് ലൈൻ ട്രേറ്റ് ആണ് നറൂട്ടോ കാണിക്കുന്നത്. നറൂട്ടോയുടെ ഇമ്മൻസ് ചക്ര കപ്പാസിറ്റി എൻ്റയർ സീരീസിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലെജൻഡറി യോദ്ധാക്കളും വന്നിങ്ങനെ പറയുന്നതാണ്, ദിസ് കിഡ് ഹാസ് ലോഞ്ചിറ്റിവിറ്റി, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ രണ്ടാമത്തെ എബിലിറ്റി അന്യായ ചക്ര റിസർവ് ഉള്ള ഒരു വംശമായിരുന്നു നമ്മുടെ ഉസുമാക്കി ക്ലാൻ. മൂന്നാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് സീലിംഗ് ടെക്നിക്കാണ്. നാറുട്ടോ ഡേറ്റാ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈവൻ ദ മൈറ്റിയസ്റ്റ് ആയിട്ടുള്ള സീലിംഗ് ടെക്നിക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സെഞ്ചു ക്ലാൻ പോലും ഉസുമാക്കി ക്ലാൻ്റെ 7 അയലത്തെത്തത്തില്ലെന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ തന്നെ കയ്യിലുള്ള കുറച്ച് ഫോർബിഡൻ ആയിട്ടുള്ള സീലിംഗ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് ഇവർ അന്യായ പെർഫെക്റ്റ് ആണ് അതിൽ. സത്യം പറഞ്ഞാൽ സെഞ്ചു ഓൾമോസ്റ്റ് ഗോഡ്ലിയാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി, ഉസുമാക്കിയുടെ ക്ലാൻ്റെ ആ ഒരു ഫോർബിഡൻ സീലിംഗ് ടെക്നിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തേരം തരത്തിലായിരിക്കും ഇവരുടെ റേഞ്ച് വ്യത്യാസമൊന്നും. ബാക്കിയുള്ള ഏത് ക്ലാനിലെ ആൾക്കാർ ഈ റീപ്പർ ഡെത്ത് സീൽ എന്ന് പറയുന്ന ആ ഒരു അന്യായ, അതായത് ഷിഗി ഫൂജിൻ, ആ ഒരു ഗോഡ്, നമ്മുടെ ദൈവം യമദേവനെ തന്നെ ആവാഹിക്കുന്ന ആ ഒരു സീലിംഗ് ടെക്നിക്ക് ഉണ്ടല്ലോ, അത് മിക്ക ആൾക്കാരും ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവരെ കൂടെ കൊണ്ടുപോകും. ഇതിന്റെ ഏറ്റവും പ്യുവർ പെർഫെക്റ്റ് വേർഷൻ ചെയ്യുവാൻ കഴിയുന്നവരാണ് ഉസുമാക്കി ക്ലാൻ എന്നാണ് നാറുട്ടോയുടെ ഡേറ്റാ ബുക്കിൽ പറയുന്നത്. ഞാനിപ്പോൾ ആ ഒരു എക്സാമ്പിൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇവര് അന്യായ സീലിംഗ് ടെക്നിക്സിൽ, കോംപ്ലക്സ് ആൻഡ് പവർഫുൾ സീലിംഗ് ആർട്സിന്റെ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ തമ്പുരാന്മാരായിരുന്നു. ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെയുള്ള, അതായത് റീപ്പർ ഡെത്ത് റീപ്പർ സീല്, ഇതെല്ലാം ഉസുമാക്കിക്കാരുടെ ക്രിയേഷൻസ് ആണ്. അതുപോലെ തന്നെ 8 ട്രൈഗ്രാം സീലിംഗ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു 1.5 സീലിംഗ് സ്റ്റൈല്, അറ്റാമാൻറ്റിയൻ സീലിംഗ് ചെയിൻസ്, ഇതെല്ലാം ഉസുമാക്കിയുടെ ഐക്കോണിക്കട്ടായിട്ടുള്ള സീലിംഗ് ടെക്നിക്സും ക്രിയേഷൻസും ആണ്. ഈ ഒരു നോളജ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ വംശങ്ങളും ഒരുമിച്ച് കൈ കൊടുത്ത് ഉസുമാക്കിക്കാരെ അങ്ങ് ഒതുക്കാമെന്ന് തീരുമാനിച്ചത്. അതെ, ഇവരുടെ ഈ ഒരു നോളജ് ഉണ്ടായിരുന്നല്ലോ, അന്യായ സീലിംഗ് ടെക്നിക്സിലുള്ള ആ ഒരു നോളജ്, അത് എല്ലാ നേഷൻസിലും എല്ലാ രാഷ്ട്രങ്ങളിലും 1.5 ആയിട്ട് ഭയന്നിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഡമാൻറ്റിൻ സീലിംഗ് ചെയിൻസ് ഉണ്ടല്ലോ, നമ്മുടെ സീരീസിൽ കണ്ടിട്ടുള്ളതാണ്. അത് ഒരു യുണീക്ക് എബിലിറ്റിയാണ്. ഉസുമാക്കിയിൽ തന്നെ യുണീക്കായിട്ട് തന്നെ അത് കാണിച്ചിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഷീന അല്ലെങ്കിൽ കാരൻ, ഇവർ മാത്രമാണ് ഈ ഒരു അഡമാൻറ്റിൻ സീലിംഗ് ചെയിൻസ് ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. ഇതെന്തിനാണ്? അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു ഗോൾഡൻ ചെയിൻ ഓഫ് ചക്രയാണ്. ടെയിൽഡ് ബീസ്റ്റിനെ റിസ്ട്രെയിൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്നതാണ്. ഒന്ന് ഓർത്ത് നോക്കണേ ഏതാ ലെവലെന്ന്. അഞ്ചാമത്തെ എബിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ട്രൈറ്റ്സ് ആണ് ഉസുമാക്കി ക്ലാനിൽ യൂണീക്ക് ആയിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അറ്റാമാൻറ്റിയൻ സീലിംഗ് ചെയിൻസ് നമ്മുടെ കുഷീനയും കാരനും ചെയ്ത പോലെ തന്നെ ഉസുമാക്കിയിലുള്ളവർക്കെല്ലാം പ്രത്യേകതരമായിട്ടുള്ള ട്രൈറ്റ്സും ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാരൻ സാസ്കയോട് തൻ്റെ ദേഹം കടിച്ചോളാൻ പറയും, അവനെ ഹീലാകാൻ വേണ്ടി. അതൊരു യുണീക്ക് എബിലിറ്റിയാണ്. അതായത് കാരൻ്റെ ദേഹത്തിൽ നിന്നുള്ള ആ ഒരു കടിച്ചു കഴിയുമ്പോൾ ആ ഒരു പവർ കിട്ടും. സോ കാരൻ ഒന്നാമത് ഒരു ഉസുമാക്കിയാണ്. നല്ല രീതിയിലുള്ള ലൈഫ് ഫോഴ്സ് ചക്ര കാരനുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ദേഹത്തെ ആരെങ്കിലും കടിക്കുകയാണെങ്കിൽ ആ ഒരു പവർ അവളിൽ നിന്ന് മാറി ആരെയാണോ ഹീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവളും കൂടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹീലാവുന്നതാണ്. സോ കൂടെയുള്ളവർക്ക് ഗുണം ചെയ്യുന്ന ഒരു 1.5 സീലിംഗ് ടെക്നിക്സ് പ്ലസ് ലൈഫ് ഫോഴ്സും ഈ ഒരു ഉസുമാക്കിക്കാർക്ക് കൊടുക്കുവാൻ സാധിക്കും. പിന്നെ ഇവരെല്ലാം റെഡ് ഹെയറിലാണ് അറിയപ്പെടുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും റെഡ് ഹെയർ ഉള്ളവരാണ്. ഇവരെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കടുപ്പമായിട്ടുള്ള റെഡ് എന്ന് വിചാരിക്കുന്നത് ഇവർക്ക് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നു. അതായത് റെഡ് കളർ ഫെയ്ഡ് ചെയ്യുന്നതനുസരിച്ച് ഇവരുടെ പവേഴ്സും ഏറെക്കുറെ വീക്കൻ ചെയ്യുമെന്നാണ് കരുതി പോരുന്നത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ നഗാട്ടോ. അതെ, നമ്മുടെ പെയിൻ്റെ ആ ഒരു പ്രൈം ടൈമിൽ റെഡ് ഹെയർ ആയിരുന്നല്ലോ കംപ്ലീറ്റ്ലി. എന്നാൽ അദ്ദേഹം മരിക്കാറായപ്പോഴേക്കും ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ നരയ്ക്കുന്ന ഒരു സെറ്റപ്പ് പോലെ വരെ എത്തിയായിരുന്നു. സോ ഒരു തരത്തിൽ ഇവരുടെ പവേഴ്സിനെ സൂചിപ്പിക്കുന്നതാണ് ഇവരുടെ ആ ഒരു കളർ ഫെയ്ഡിങ്. കളർ ഫെയ്ഡ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ പവർ വീക്കൺ ചെയ്യുമെന്ന് കരുതി പോരുന്നു. നാറൂട്ടോ സീരീസിൽ ഉടനീളം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ നോട്ടബിൾ ആയിട്ടുള്ള കുറേ മെമ്പേഴ്സിനെ ഉസുമാക്കി ക്ലാൻ പെട്ടവരെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ മെയിൻ ഉസുമാക്കി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാറൂട്ടോയുടെ അമ്മയായിട്ടുള്ള കുഷീന ഉസുമാക്കിയാണ്. അതെ, ഫോർമർ 9 ടൈൽസ് ജിഞ്ചുറുക്കി. നാറൂട്ടോയ്ക്ക് മുമ്പ് 9 ടൈൽസിനെ കുടികൊണ്ടിരുന്ന നാറൂട്ടോയുടെ അമ്മയായിരുന്നു. അല്ലെങ്കിൽ നാറൂട്ടോയ്ക്ക് മുമ്പ് 9 ടൈൽസിന്റെ ജിഞ്ചുറുക്കി എന്ന് പറയുന്നത് കുഷീന ഉസുമാക്കി ആയിരുന്നു.
ഈ പറയുന്ന കുഷീനെയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്ന് ആ ഒരു ചക്ര ചെയിൻസ് ആണ്. അതായത് ടെയിൽഡ് ബീസ്റ്റിനെ റിസ്ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉസുമാക്കി ക്ലാനിൽ എസ്പെഷ്യലി കുഷീനോ ഉസുമാക്കിക്ക് സാധിക്കുന്ന ചക്ര ചെയിൻസ് അതായിരുന്നു നോട്ടബിൾ ആക്കുന്ന ഉസുമാക്കിയിലെ കുഷീനോ ഉസുമാക്കിക്ക് ഉണ്ടായിരുന്ന പവർ. രണ്ടാമത്തെ മെയിൻ ആളാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാഷിറാമയുടെ വൈഫായിട്ടുള്ള അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഷിനോബിയുടെ വൈഫായിട്ടുള്ള മീറ്റോ ഉസുമാക്കിയാണ്. അതെ, നമുക്കറിയുന്നത് വെച്ച് ആദ്യത്തെ 9 ടൈൽസ് ജിൻജുറുക്കിയാണ്, നോൺ ടു അസ് ആ ഒരു രീതിയിൽ പറയാം. അതാണ് ഈ പറഞ്ഞ മീറ്റോ ഉസുമാക്കി, ഹാഷിറാമ സെഞ്ചുവിൻ്റെ ഫസ്റ്റ് വൈഫ്. ഇവർ തന്നെയായിരുന്നു ഫസ്റ്റ് ലേഡി എന്നറിയപ്പെടുന്നത്. കൊണോഹയുടെ ഫസ്റ്റ് ലേഡി എന്ന് പറയുന്നത് മീറ്റോ ഉസുമാക്കി തന്നെയാണ്. പിന്നീട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരിനെ കാണാൻ പറ്റും. കാരിൻ ഉസുമാക്കി നമ്മുടെ സാസ്കയുടെ കൂടെ ടീം ചെയ്ത് അല്ലെങ്കിൽ അലൈ ചെയ്തിട്ടുണ്ടല്ലോ, അന്യായ രീതിയിൽ സെൻസറി പെർസെപ്ഷൻ പ്രോസസ് ചെയ്തിരുന്ന ഒരാളാണ് കാരിൻ ഉസുമാക്കി. അതുപോലെ തന്നെ ഹീലിംഗ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ബൈറ്റബിലിറ്റി, ഹീലിംഗ് ബൈറ്റബിലിറ്റി, ആരാണോ തന്നെ കടിക്കുന്ന അവർ ഹീൽ ആവുന്ന ടൈപ്പുള്ള ഒരു യൂണിക് എബിലിറ്റി കാരിനുണ്ടായിരുന്നു. നമ്മുടെ അനീമില് ആഷിന ഉസുമാക്കിനെ കാണിക്കുന്നുണ്ട്. അതായത് ഉസുമാക്കിയുടെ ക്ലാൻ ലീഡറായിട്ട് കാണിക്കുന്ന കൊണോഹയുടെ ഫൗണ്ടിങ് സമയത്ത് ഉസുമാക്കി ക്ലാനിന്റെ ലീഡറായിട്ട് ആഷിന ഉസുമാക്കിനെയാണ് കാണിക്കുന്നത്. ഇയാൾ മാസ്റ്റർ ഓഫ് സീലിംഗ് ജുറ്റ്സു എന്നാണ് പറയുന്നത്. ഹാഷിറാമ സെഞ്ചുവിന്റെ ഒരു സ്ട്രോങ് അലൈ കൂടിയായിരുന്നു ഈ പറഞ്ഞ ആഷിന ഉസുമാക്കി. ഇനിയിപ്പോൾ നമ്മൾ കൊണോഹ എന്ന് പറയുന്ന ആ ഒരു വില്ലേജിനെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഉസുമാക്കി ക്ലാനിനുള്ള ഒരു ആദരവ് കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇവരുടെ നിഞ്ചാസിന്റെ ബാക്കിൽ ആ ഒരു ഉസുമാക്കി ക്ലാനിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു. നമുക്കെന്നറിയാം കക്കാഷിയുടെ ഒക്കെ ബാക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഉസുമാക്കിയുടെ ആ ഒരു എംബ്ലം നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഇവരോടുള്ള റെസ്പെക്റ്റും ആദരവും കാണിക്കുവാൻ വേണ്ടി ഹാഷിറാമ സെഞ്ചു ആണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹാഷിറാമ മീറ്റോ ഉസുമാക്കിയെ കല്യാണം കഴിച്ചതും ഈ രണ്ട് ക്ലാനും തമ്മിൽ നല്ല ബന്ധത്തിലാകുവാൻ ഒരു ദൃഢത പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രോങ് പില്ലർ ഓഫ് ലൈഫ് ഫോഴ്സ് തന്നെ അവരവിടെ ക്രിയേറ്റ് ചെയ്തു, ഹാഷിറാമയും മീറ്റോയും കൂടെ. ആ ഒരു വില്ലേജ് ബാക്കിയുള്ള ക്ലാൻസ് എല്ലാം കൂടെ ചേർന്ന് വില്ലേജസ് എല്ലാവരും കൂടെ ചേർന്ന് ആക്രമിച്ചു എങ്കിലും ഇവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് മെയിൻലി എല്ലാ ഷിനോബി വേൾഡിനും ഒരു ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ തന്നെ സീലിംഗ് ടെക്നിക്സ് വളരെയധികം ക്രൂഷ്യലായി വന്നത് 10 ടൈൽസിനെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ റിസ്ട്രെയിൻ ചെയ്യാനും പിന്നെ ഓരോ വില്ലേജസിനും പ്രൊട്ടക്റ്റീവായിട്ട് കുറേ സീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ മെയിൻലി ആയിട്ടുള്ള എല്ലാ സീൽസിനും ഇവരുടെ ആ ഒരു റോള് ഷിനോബി ഹിസ്റ്ററിയിൽ കൊത്തിവെച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കുന്നതാണ്. ഉസുമാക്കി ക്ലാനിന്റെ ഫിലോസഫി ഡേറ്റാ ബുക്ക് അനുസരിച്ച് എൻഡ്യൂറൻസ്, ലവ് പിന്നെ ബോണ്ട് ലൈവ്സ് എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം സെഞ്ചു ക്ലാനിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു തരം ഫിലോസഫിയാണ് നമ്മുടെ ഉസുമാക്കി ക്ലാനിനും ഉള്ളത്. ബേസിക്കലി ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയാത്ത എന്തെങ്കിലും തരത്തിലുള്ള റീസൺസോ എബിലിറ്റീസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിലവിൽ ഉസുമാക്കി ക്ലാൻ, അതായത് ഉസുമാക്കി ക്ലാൻ മെമ്പേഴ്സിനെ പറ്റി അല്ലായിരുന്നു നമ്മുടെ വീഡിയോ. ഉസുമാക്കി ക്ലാൻ എന്താണെന്നും അവരുടെ ഹിസ്റ്ററി എന്താണെന്നും അവർക്കുണ്ടായിരുന്ന യൂണിക് എബിലിറ്റീസ് എന്താണെന്നും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടുതൽ എന്തെങ്കിലും അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. കൂടുതൽ നാറൂട്ടോ സീരീസിലെ ക്ലാൻസും ഓരോ ജുറ്റ്സും ഓരോ സീലിംഗ് ടെക്നിക്സും ഓരോരോ പവർഫുൾ മെമ്പേഴ്സിൻ്റെ ക്യാരക്ടർ അനാലിസിസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബോയ്സ്, നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്. Too long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul, just tell